JP അസ്ട്രോലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ചൊവ്വയുടെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചാണ്. ഏപ്രിൽ 3 മുതൽ ജൂൺ 7 വരെ ചൊവ്വ കർക്കിടകൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ കന്നിക്കൂറുകാരായ ഉത്തരത്തിൻ്റെ 2, 3, 4 പാദക്കാരും അത്തം ചിത്തിരയുടെ 1, 2 പാദത്തിൽ ജനിച്ചവരുമായ ആൾക്കാരുടെ ഗുണദോഷ ഫലങ്ങളെ സംബന്ധിച്ചുള്ള കാര്യമാണ് പറയുന്നത്. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജന്മരാശ്യാധിപൻ എന്ന് പറയുന്നത് ബുധനാണ്. ബുധൻ നീചരാശിയായ മീനത്തിൽ 7ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ബുധൻ നീചരാശിയിൽ വന്നതിനെ സംബന്ധിച്ച് കുറേ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബുധൻ നീചരാശിയിലാണെങ്കിലും മൗഢ്യമൊക്കെ അവസാനിച്ച് അതിൻ്റെ ഒരു മാറ്റത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. മെയ് 7 വരെ മീനൻ രാശിയിൽ തന്നെ പ്രവേശിക്കുകയും മെയ് 7-ന് മീനൻ രാശിയിൽ നിന്ന്, അതായത് നീചരാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് രാശി മാറുകയും ചെയ്യും. അപ്പോൾ ജന്മരാശിയുടെയും അതുപോലെ തന്നെ 10ാം ഭാവത്തിൻ്റെയും ആധിപത്യമാണ് ബുധനുള്ളത്. അതായത് കർമ്മരാശാധിപൻ, അതായത് കർമാധിപൻ എന്ന് പറയും, 10ാം ഭാവത്തിൻ്റെ അധിപൻ. ഇത് 7ാം ഭാവത്തിൽ നീചത്തി വരുമ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, തൊഴിലിൻ്റെ കാര്യത്തിലൊന്നും അത്ര മെച്ചം ഉണ്ടാകും എന്ന് പറയാൻ പറ്റത്തില്ല. പ്രതീക്ഷിച്ചതുപോലുള്ള പ്രയോജനം ലഭിക്കാതിരിക്കുക, സാമ്പത്തികമായി നഷ്ടം വരിക, ബന്ധുക്കളും സുഹൃത്തുക്കളും പ്രതികൂലമായിട്ട് വരിക, അതുപോലെ പങ്കാളിയുമായിട്ട് സന്തോഷകരമായി മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരിക, പഠനത്തിൽ താല്പര്യം കുറഞ്ഞു വരിക, അതുപോലെ തൊഴിൽ നിന്നും മെച്ചമുണ്ടാകാതിരിക്കുക, അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിക്ക് അതനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കാതിരിക്കുക. ഇങ്ങനെ ബുധൻ്റെ മോശമായ അവസ്ഥയിൽ നിന്ന് അല്പം മാറ്റം വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മെയ് 7-ന് മേടൻ രാശിയിലേക്ക് ബുധൻ മാറുമ്പോൾ പല കാര്യങ്ങളും മനസ്സിലാക്കാനും നേരത്തെ സംഭവിച്ച കാര്യങ്ങളുടെ ഗുണദോഷ ഫലങ്ങൾ നമുക്ക് തന്നെ ഒന്ന് ചിന്തിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ഒരു മാറ്റത്തിന് വിധേയമാകാനും കഴിയുന്ന ഒരവസ്ഥയിലേക്കാണ് വരുന്നത്. നേരത്തെ കുറേ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ദുരിതങ്ങളുമൊക്കെ അനുഭവിച്ച് അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകണം എന്നൊരു ചിന്ത അവരിലുണ്ടാകും. കേന്ദ്രാധിപത്യമുള്ള വ്യാഴം മെയ് 14 വരെ ഭാഗ്യസ്ഥാനത്താണ്. അപ്പോൾ 7ാം ഭാവാധിപനും 4ാം ഭാവാധിപനുമായ വ്യാഴം 9ാം ഭാവത്തിൽ മെയ് 14 വരെ അത് നിലവിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തെല്ലാം പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും അതിൽ നിന്നെല്ലാം ഒരു ദൈവാധീനം കുറേ കാര്യങ്ങളെ രക്ഷപ്പെടുത്താനും അതിൽ നിന്നൊക്കെ മോചനം വരാനും വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകാനും ഒക്കെ സാധിച്ച ഒരു കാലം കൂടിയായിരുന്നു. മെയ് 14-ന് ശേഷം വ്യാഴം കർമ്മസ്ഥാനത്ത് വരുമ്പോൾ അറിവിൻ്റെയും കഴിവിൻ്റെയും രാശിയിലേക്ക് മാറുന്ന വ്യാഴം കർമ്മബോധത്തെ ഉണ്ടാകും. കാരണം ബുധൻ്റെ രാശിയായ മിഥുനത്തിലേക്കാണ് വ്യാഴം മാറുന്നത്. ബുധനെ സംബന്ധിച്ച് പറയുമ്പോൾ അറിവിൻ്റെ രാശിയാണ്, അതുപോലെ കഴിവിൻ്റെ രാശിയാണ്, ചിന്തയുടെയും ബുദ്ധിയുടെയൊക്കെ രാശിയാണ്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന ബുദ്ധിപരമായ ആശയം മുഖ്യമായും മനസ്സിൽ വരുന്ന ഒരു സമയം. അതാണ് മിഥുനത്തിലെ വ്യാഴം. ലക്ഷ്യബോധവും കർമ്മബോധവും ഉന്നത നിലയിലെത്താൻ പ്രേരിപ്പിക്കുന്ന ഒരു സമയം. ലക്ഷ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യവും, അത്തരത്തിൽ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ മാർഗത്തിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ടതില്ല എന്നുള്ള ചിന്തയും. തുടക്കത്തിൽ 7-ൽ നിൽക്കുന്ന മീനത്തിലെ ബുധൻ, മീനത്തിലെ ശനി, ഇവരൊക്കെ ധർമാധർമ്മങ്ങളെ വിവേചനം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം മീനത്തിലെ ബുധൻ അറിവിൻ്റെ ബുധനാണെങ്കിലും, അറിവിൻ്റെ ഗ്രഹമാണെങ്കിലും അത് നീചരാശിയിൽ നിൽക്കുമ്പോൾ ശരിയായ ദിശയിലേക്കുള്ള കാഴ്ചപ്പാടിന് മാറ്റം വരും. അതുപോലെ തന്നെ ചില വളഞ്ഞ വഴികളും അതുപോലെ തന്നെ ആശയപരമായ പല തെറ്റിദ്ധാരണകളും ഉണ്ടാക്കാനും സത്യത്തെ മറച്ചു വയ്ക്കാനുമൊക്കെ ഈ ബുധന് സാധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 10ാം ഭാവാധിപൻ നീചനായിട്ട് വരിക എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രവൃത്തിയിൽ അല്പം നീചത്വമൊക്കെ കാണിക്കും. ഉച്ചരാശിയിൽ 7-ൽ നിൽക്കുന്ന ശുക്രൻ ഭൗതിക സുഖ സൗകര്യങ്ങളും സ്ത്രീ സുഖവും വേണമെന്നൊക്കെ ആഗ്രഹിക്കും. കാരണം ഉച്ചരാശിയിലാണ് ശുക്രൻ. അത് ഭൗതിക സുഖ സൗകര്യങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്, സ്ത്രീ സുഖത്തെ സൂചിപ്പിക്കുന്നതാണ്, നല്ല ഭക്ഷണത്തെ സൂചിപ്പിക്കുന്നതാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള സുഖത്തെയാണ് ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നൽകാൻ ശേഷിയുള്ള ഒരു ഗ്രഹമാണ്. അപ്പോൾ 7ാം ഭാവത്തിൽ
ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ 7-ാം ഭാവം സ്ത്രീരാശി കൂടിയാണ്. അതുപോലെ തന്നെ സ്ത്രീ ഗ്രഹവുമാണ്. അപ്പോൾ സ്ത്രീകളുമായിട്ടുള്ള മനോഭാവത്തിലൊക്കെ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള സഹകരണത്തിലൊക്കെ ആ കാഴ്ചപ്പാടിലൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പോൾ 7-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്ന സമയം എന്ന് പറയുമ്പോൾ അത്ര ഒരു നല്ല കാലമെന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ ശനിയുമായിട്ടുള്ള ഒരു ബന്ധം, ഇതൊക്കെ ആവശ്യമില്ലാത്ത ആരോപണങ്ങളും അപവാദങ്ങളും ഒക്കെ ഉണ്ടാകാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. 7-ൽ ശുക്രൻ നിൽക്കുമ്പോൾ സ്ത്രീകൾ മൂലം തന്നെ കലഹം ഉണ്ടാകാം. സ്ത്രീകളുമായി പല വിഷയങ്ങളും ഉണ്ടാകാം. നമ്മളെക്കുറിച്ചുള്ള വിശ്വാസം നഷ്ടപ്പെടാം. പറയുന്നത് സത്യമായിരിക്കും എന്നുള്ള അവരുടെ ആദ്യത്തെ തോന്നൽ നീചരാശിയിലെ ബുധൻ അതെല്ലാം നഷ്ടപ്പെടുത്തും. കാരണം ഇവരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതിയും വരാം. അതുപോലെ 7-ാം ഭാവാധിപനാണ് വ്യാഴം. ഈ 7-ാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സമയം എന്ന് പറയുമ്പോൾ 9-ാം ഭാവത്തിൽ നിൽക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ഏത് വിധത്തിലും ഉന്നതമായ ഒരു ബന്ധം ഇവർക്ക് നിലനിർത്താൻ സാധിക്കും. 7-ൽ നിൽക്കുന്ന ശുക്രൻ ഭൗതിക സുഖ സൗകര്യങ്ങളും സ്ത്രീ സുഖവും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗ്രഹമാണ്. 7-ാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഏത് വിധത്തിലും ഉന്നതമായ ഒരു ബന്ധം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിലൂടെ സാമ്പത്തികമായ പുരോഗതിയും നേടും. സത്യത്തെ മറച്ചു വെച്ച് ബുധൻ കാര്യസാധ്യത്തിനായിട്ട് പരിശ്രമിക്കും. തെറ്റായ വിവരം സത്യമാണെന്ന് ധരിപ്പിക്കുകയും ചെയ്യും. ഇതെല്ലാം പിന്നീട് സ്വയം പാരയായി മാറുന്ന ഒരു സാഹചര്യവും വരും. മെയ് അവസാനത്തോടെ ശുക്രൻ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പോരാട്ടത്തിൻ്റെ പാതയിലൂടെ പോകേണ്ടതായിട്ട് വരും. കാരണം മേടൻ രാശിയിൽ നിൽക്കുന്ന ശുക്രൻ എന്ന് പറയുമ്പോൾ ചൊവ്വായുമായിട്ടുള്ള ഒരു ബന്ധമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്ത്രീകളുമായിട്ടുള്ള ഒരു സമീപനത്തിന് തന്നെ വ്യത്യാസം വരും. പങ്കാളിയുമായിട്ടുള്ള ജീവിതത്തിൽ പല കാര്യത്തിലും വിശ്വാസ്യത കുറയും. ശനിബന്ധം കൂടി വരുമ്പോൾ അത് പല അപവാദങ്ങളും വേണമെങ്കിലും ഉണ്ടാക്കുകയും ചെയ്യും. ഉച്ചരാശിയിൽ നിന്ന് ശുക്രൻ മേടത്തിലേക്ക് മാറുമ്പോൾ എത്ര ഉയരങ്ങളിൽ നിൽക്കുന്നവരായാലും അവർക്ക് പെട്ടെന്നൊരു മാറ്റമുണ്ടാകും എന്നുള്ളതാണ്, ഒരു ചേഞ്ച്. കാരണം ചരരാശിയാണ്. പിന്നീട് അത് പോരാട്ടത്തിൻ്റെ പാതയിലേക്ക് മാറുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. മേടൻ രാശി കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമരാശിയാണ്. അത് നിലനിൽപ്പിൻ്റെയും മുന്നോട്ട് പോകാനുള്ള ആയുസിൻ്റെയൊക്കെ ഒരു സ്ഥാനമാണ്. നമ്മൾ ഏത് രീതിയിലാണോ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്, ഏത് വിധത്തിലാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, അതാണല്ലോ ആ ഗതി. ആ ഗതിക്ക് തന്നെ തടസ്സം വരാം. ചൊവ്വ കന്നിരാശിക്കാർക്ക് ഏപ്രിൽ 3 മുതൽ ജൂൺ 7 വരെ നീചത്തിലാണെങ്കിലും ആ ചൊവ്വ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 11-ാം ഭാവത്തിലാണ്. കാരണം കർക്കിടകം. അപ്പോൾ 11-ാം ഭാവം എന്ന് പറയുമ്പോൾ അത് ആഗമന സ്ഥാനവും ലാഭസ്ഥാനവും ഒക്കെയാണ്. അപ്പോൾ ചൊവ്വ സഹോദരങ്ങളെ സൂചിപ്പിക്കും, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ആ ഒരു ബന്ധം പോലെ തന്നെ ഒത്തുകൂടുന്നവരെയും സൂചിപ്പിക്കും. അങ്ങനെയുള്ളവരാരായിരിക്കാം എന്ന് ചോദിച്ചാൽ നീചരാശിയിലെ ചൊവ്വയാണ്. അവർ നല്ല ഉദ്ദേശത്തോടു കൂടി നമ്മളുമായിട്ട് ഒത്തുചേർന്ന് നിൽക്കുന്നവരായിരിക്കണമെന്നില്ല. അതുപോലെ തന്നെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിലും ഒരു ചെറിയ വ്യത്യാസമൊക്കെ വരാം. അപ്പോൾ 11-ാം ഭാവം എന്ന് പറയുമ്പോൾ ആഗമന സ്ഥാനമാകുമ്പോൾ അത് ലഭിക്കുന്ന ലാഭത്തിൻ്റെ സ്ഥാനം. അപ്പോൾ 11-ൽ വരുന്ന ചൊവ്വായ ഭൂമി സംബന്ധമായ ലാഭത്തെ ഉണ്ടാക്കും. അത് ഇഷ്ടത്തില്ല, അല്ലെങ്കിൽ വളരെ മോശമാണ്, പന്നലാണ് എന്നൊക്കെ വിചാരിച്ചിരുന്നാലും അതിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും എന്നതാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബുധൻ നീചരാശിയിൽ നിന്നപ്പോൾ തെറ്റായ വിവരങ്ങളെ പറഞ്ഞ് പരത്തുകയും അല്ലെങ്കിൽ മനസ്സിലാക്കിക്കുകയും സത്യത്തെ മറച്ചു വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ വാസയോഗ്യമല്ലാത്ത ഭൂമി, പാറ നിറഞ്ഞ ഭൂമി, വെള്ളം ഒഴുകിപ്പോകുന്ന ചാലുകളൊക്കെ ഉള്ള ഭൂമി, അങ്ങനെയൊക്കെയുള്ള വസ്തുവിനെ സംബന്ധിച്ച് വളരെ പുകഴ്ത്തി പറഞ്ഞും വിറ്റ് കാശ് മേടിക്കുകയോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭൂമി വലിയ കുഴപ്പമില്ലാത്തതാണെങ്കിലും അതിനെക്കുറിച്ച് മോശമായ ഒരു പ്രചാരം നടത്തി അത് മോശമാണെന്ന് വരുത്തി തീർത്ത് അത് സ്വന്തമാക്കി ലാഭമുണ്ടാക്കാനും അങ്ങനെയൊക്കെ സാധിക്കും. അപ്പോൾ 11-ാം ഭാവം എന്ന് പറയുമ്പോൾ ഏത് വിധത്തിലായാലും ലാഭത്തെ അല്ലെങ്കിൽ വരവിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് നേരായ മാർഗത്തിൽ ആകണം എന്നില്ല എന്നതാണ് ഇതുവരെ സൂചിപ്പിച്ചത്. അപ്പോൾ സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിലും അവരെയും പറഞ്ഞു മയക്കി തെറ്റായ കാര്യങ്ങൾ ധരിപ്പിച്ച് അവരിൽ നിന്നും പല കാര്യങ്ങളും നേടാനും ഇവർക്ക് സാധിക്കും. ഇതെല്ലാം പിന്നീട് ഇവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞതെല്ലാം തെറ്റായിപ്പോയെന്നും അല്ലെങ്കിൽ സത്യവിരുദ്ധമായ കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചതെന്നും ഒക്കെ ഉള്ള ഒരു ബോധം പിന്നീട് വരും.
അങ്ങനെ വരുമ്പോഴാണ് ഈ മേടൻ രാശിയിലേക്ക് ശുക്രൻ മാറുമ്പോൾ അതും ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് വരുന്നത്. കാരണം സ്ത്രീകളുമായിട്ടുള്ള ബന്ധം കുടുംബപരമായിട്ടും അതുപോലെ വ്യക്തിബന്ധങ്ങളിലെയൊക്കെ സ്വാധീനിക്കുകയും അത് ബാധിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്യും. അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറയുമ്പോൾ ഭൂമി സംബന്ധമായ മറ്റൊരു ലാഭം എന്താണെന്ന് ചോദിച്ചാൽ കേസിലും വഴക്കിലും ഒക്കെ കിടക്കുന്ന വസ്തുക്കൾ അതൊരു പക്ഷേ നമുക്ക് അനുകൂലമാകത്തില്ല എന്നൊക്കെ വിചാരിച്ച് നഷ്ടപ്പെട്ടു പോകുമെന്നോ അല്ലെങ്കിൽ അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാകത്തില്ലെന്നോ ഒക്കെ വിചാരിച്ച് അങ്ങനെയൊക്കെ ഇരുന്നത് നേടിയെടുക്കാൻ വേണ്ടി ഏത് വളഞ്ഞ വഴിയും സ്വീകരിച്ച് കരസ്ഥമാക്കുന്ന ഒരു സമ്പ്രദായം അതും 11-ലെ ചൊവ്വ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം നീചമായ രീതിയിലാണ് ആ 11-ാം ഭാവത്തിൻ്റെ സ്ഥിതി. അപ്പോൾ യഥാർത്ഥ രീതിയിലോ അല്ലെങ്കിൽ നേരായ മാർഗത്തിലോ ഒന്നും കൈവശപ്പെടുത്തുന്നതായിരിക്കണമെന്നില്ല. അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറയുമ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ചിലപ്പോൾ തിരിച്ചടി ഉണ്ടാവും. കാരണം ഭൂമി സംബന്ധമായിട്ട് ഏതെങ്കിലും സ്വാധീനത്തിൻ്റെ പേരിൽ അത് തിരിമറി നടത്തുകയോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് അത് കാണിച്ച് ഏതെങ്കിലും സഹകരണ സംഘത്തിൽ നിന്നോ ബാങ്കിൽ നിന്നോ അവരുടെ ഒത്താശയോടുകൂടി ലോൺ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്കും ചില തിരിച്ചടിയായിട്ട് വരാം. അതുപോലെ സാമ്പത്തിക ബാധ്യതയും മറ്റു കാര്യങ്ങളുമൊക്കെ കേസ് വഴക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സർക്കാർ സംബന്ധമായ കാര്യങ്ങളിലുണ്ടെങ്കിൽ അതിനും ചിലപ്പോൾ തിരിച്ചടിയൊക്കെ ഉണ്ടാകാം. അതുപോലെ പിന്നെ കർക്കിടകത്തിലെ ചൊവ്വ എന്ന് പറയുന്നത് ജലവകുപ്പിനെ സൂചിപ്പിക്കും. ഡാം, വൈദ്യുതി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പാറമടകൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ചിലപ്പോൾ ഇച്ചിരി കൈക്കൂലിയും വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് എന്തെങ്കിലുമൊക്കെ ലാഭം ഉണ്ടാക്കാനൊക്കെ നോക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടിയായിട്ട് എതിരായിട്ടൊക്കെ വരാം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കാരണം ഏത് വിധത്തിലായാലും കാശുണ്ടാക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ സർക്കാർ ഭൂമി അനധികൃതമായിട്ട് കൈയടക്കി വെക്കുക അതും ഈ 11-ാം ഭാവത്തിൽ ഭൂമി കിട്ടുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെയും ചില കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ തന്നെ പ്രശ്നമായിട്ടൊക്കെ വരാവുന്ന ഇപ്പം കുഴപ്പമൊന്നും ഇല്ലെങ്കിലും ഇപ്പം നമുക്കത് ലാഭമാണെന്ന് തോന്നിയാലും ഈ ചൊവ്വ മാറുന്നു, ബുധൻ മാറുന്നു, ശുക്രൻ മാറുന്നു, വ്യാഴം മാറുന്നു, ഇങ്ങനെയൊക്കെ ഓരോ ഗ്രഹങ്ങളും മാറി മാറി വരുന്ന ഈ 2 മാസക്കാലം വളരെയേറെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയും എന്നതാണ് അത് സൂചിപ്പിക്കുന്നത്. 11-ാം ഭാവത്തിൽ ചൊവ്വയാണെങ്കിലും ആ ചൊവ്വ ഈ പറയുന്ന പോലെ പാറമടയെയും അതുപോലെ പലതിനെയും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അപ്പോൾ പാറ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ അതായത് നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും ഒക്കെ ചിലപ്പോൾ അപകടം സംഭവിക്കാവുന്ന ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റും. കാരണം 11-ാം ഭാവത്തിലല്ലേ, അതുകൊണ്ട് എന്താണ് കുഴപ്പം? അതും അപകടവും നമുക്ക് കിട്ടുന്നതല്ലേ. മെയ് 14-ന് ശേഷം വ്യാഴം 9-ാം ഭാവത്തിൽ നിന്ന് ഭാഗ്യസ്ഥാനത്ത്, അതായത് ഇതുവരെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ 9-ാം ഭാവത്തിൽ വ്യാഴം നിന്നപ്പോൾ ഒരു ദൈവാനുകൂല്യം ഉണ്ടായിരുന്നു. പലരിൽ നിന്ന് രക്ഷപ്പെടാനും പല കാര്യങ്ങളുടെയും ശക്തി കുറയ്ക്കാനും നമ്മുടെ മോശമായ കാര്യങ്ങളൊന്നും വലിയതായിട്ട് പുറത്തേക്ക് വരാതിരിക്കാനും ഒക്കെ സഹായിക്കുന്ന തരത്തിൽ വ്യാഴം അനുകൂലമായിട്ട് നിന്നു. എന്നാൽ വ്യാഴം ഇപ്പോൾ 14-ന് 10-ാം ഭാവത്തിലേക്ക് മാറും. 10-ാം ഭാവം എന്ന് പറയുമ്പോൾ അത് കർമ്മസ്ഥാനമാണ്. ബുധൻ്റെ രാശിയിലേക്കാണ് വ്യാഴം മാറുന്നത്. അറിവിൻ്റെയും കഴിവിൻ്റെയും രാശിയിലേക്കാണ്. വീണാധാരിയായ സ്ത്രീയും ഗദാധാരിയായ പുരുഷനുമാണ് അതിൻ്റെ എംബ്ലം. അപ്പോൾ പോരാട്ടത്തെ സൂചിപ്പിക്കുന്നതുമാണ്, മുന്നോട്ടുള്ള ഒരു പോക്കിനെ സൂചിപ്പിക്കുന്നതുമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കർമ്മബോധത്തെ ഉണ്ടാക്കും. കർമ്മസ്ഥാനമാണല്ലോ 10-ാം ഭാവം. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന ബുദ്ധിപരമായ ആശയം മുഖ്യമായിട്ടും മനസ്സിൽ വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇപ്പം ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നേരത്തെ പല ഗുണങ്ങളും പല ലാഭങ്ങളും ഒക്കെ ഉണ്ടായി. വസ്തു സംബന്ധമായിട്ട് സ്വർണം, അതുപോലെ അതായത് 11-ാം ഭാവത്തിലെ ചൊവ്വ എന്ന് പറയുമ്പോൾ ഭൂമിയെ സംബന്ധിക്കുന്നതാണ്, സ്വർണത്തെ സംബന്ധിക്കുന്നതാണ്, ചില മറ്റു വസ്തുക്കളെ സംബന്ധിക്കുന്നതാണ്. അങ്ങനെ പലതിൻ്റെയും അതായത് ഏതെങ്കിലും സ്ഥാപനം, ഇപ്പം ഒരു മല കിട്ടി അല്ലെങ്കിൽ കുറേ പാറ കിട്ടി, ഒരു പ്രദേശം കിട്ടി, അപ്പോൾ ഒരു കോറി നടത്താം, അല്ലെങ്കിൽ അതുമായിട്ട് അങ്ങനെ പലതും വരുമല്ലോ. ഭൂമി മാത്രമെന്ന് പറയുമ്പോൾ ആ ഭൂമിയുമായിട്ട് ബന്ധപ്പെടുന്നതും ഭൂമി അല്ലാതെ കിട്ടുന്നതുമായ പലതും 11-ാം ഭാവത്തിൽ നിന്ന് ലഭിക്കും. അപ്പോൾ അങ്ങനെ ലഭിക്കുമ്പോൾ ഇതെല്ലാം ഒരു ധനലാഭത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പഴയതുമായിട്ട് താരതമ്യം ചെയ്ത് 10-ലേക്ക് വ്യാഴം വരുമ്പോൾ നമ്മൾ ചെയ്തതെന്താണ്, നമുക്ക് ലഭിച്ചതെന്താണ്, അതിൻ്റെയൊക്കെ ഫലം ഇന്നെന്താണ്, അതാണ് കർമ്മബോധമുണ്ടാകും എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബോധത്തിൽ നിന്ന് 10-ാം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോൾ അതിൻ്റേതായ പ്രവൃത്തിയിൽ സാരമായ ഒരു മാറ്റം
നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അപകടം പിടിച്ച ജോലികളൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച്, അതും 11-ാം ഭാവത്തിൽ ചൊവ്വയാണല്ലോ. 11-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ആ ചൊവ്വ അഷ്ടമാധിപനാണ്. അപ്പോൾ അഷ്ടമാധിപൻ 11-ാം ഭാവത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ അപകട സാധ്യതയും ഒക്കെ നമുക്ക് സൂചിപ്പിക്കേണ്ടതായിട്ട് വരും. അതായത് സങ്കീർണമായ പല ജോലികളും, അപകട സാധ്യതയുള്ള ജോലികൾ ചെയ്യിപ്പിക്കുക, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴും അതിൽ നഷ്ടം വരാം. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ 6-ാം ഭാവത്തിൽ മൂലക്ഷേത്രത്തിൽ നിന്ന് ശനി, ഒരുപാട് മെച്ചമുണ്ടാകുന്ന ഒരു കാര്യമാണല്ലോ 6-ാം ഭാവത്തിലെ ശനി. ആ ശനി ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് മീനൻ രാശിയിലേക്ക് 7-ാം ഭാവത്തിലേക്ക് മാറി. അപ്പോൾ വേണ്ടാത്ത ചില ബന്ധങ്ങളൊക്കെ ഇപ്പോൾ വന്നുകൂടും. കാരണം നേരത്തെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ചില പോരായ്മകളും ഒക്കെ സംഭവിച്ചെങ്കിലും വ്യാഴത്തിൻ്റെ ഒരു ആനുകൂല്യം കൊണ്ട് പലതും പ്രശ്നമുണ്ടാകാതെ ഒഴിഞ്ഞു പോവുകയും മറഞ്ഞു പോവുകയും ശക്തി കുറയുകയും നമുക്ക് അങ്ങനെ ഒരു സഹായം ലഭിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയും അങ്ങനെ ആവും എന്ന് ചിന്തിച്ചുകൂടെ? അങ്ങനെ വരുമ്പോഴാണ് ഈ 7-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ വേണ്ടാത്ത ബന്ധങ്ങളൊക്കെ വന്നുകൂടും. ആ ബന്ധങ്ങളൊക്കെ പലപ്പോഴും കഷ്ടപ്പാടിലേക്ക് മാറും, അധ്വാനം കൂടും, അന്യദേശവാസം വരാം, തെറ്റായ പലതും ശരിയായി തോന്നാം, പെട്ടെന്നുള്ള ആവേശത്തിൽ ജീവിത പങ്കാളിയെ കണ്ടെത്താം, പാരമ്പര്യമായി നിലനിൽക്കുന്ന ആചാരങ്ങളിൽ നിന്നൊക്കെ മാറി മറ്റൊരു തലത്തിൽ ചിന്തിക്കാം. കാരണം മാർഗസ്ഥാനത്തിലാണ് 7-ൽ ശനി വരുന്നത്. ശരിയല്ലാത്ത പല കൂട്ടുകെട്ടുകളും ഉണ്ടാകാം. അതിലൂടെ ഏറ്റവും മെച്ചപ്പെട്ടതാണ് എന്ന് തോന്നുന്ന പലതും പിന്നീട് മോശമായിട്ട് വരും. കാരണം നേരത്തെ മെച്ചപ്പെട്ടതായിരുന്നു എന്ന് പറയുന്നതൊക്കെ ഇപ്പോൾ മോശമായിട്ട് തോന്നുന്നത് പറഞ്ഞതുപോലെ. അതുപോലെ 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു മെയ് 18-ന് 6-ാം ഭാവത്തിലേക്ക് വരും. അത് ഒരു വിധത്തിൽ നല്ലതാണെങ്കിലും മറ്റു പല കാര്യങ്ങളിലും അത് മോശമായിട്ട് വരാം. ശത്രുതാ മനോഭാവത്തോടെ പലരും നമ്മളെ സമീപിക്കാം. 6-ാം ഭാവം രോഗവും ശത്രുവൊക്കെയാണ്. അപ്പോൾ ആരോഗ്യ സംബന്ധമായ ചില കാര്യങ്ങളുമായിട്ടും അതിന് നമുക്ക് കൂട്ടുമുട്ടിക്കാൻ പറ്റും. കൂടെ നിന്ന പലരും ഒരു നല്ല മനോഭാവത്തോടെ അല്ലാതെ ഒരു ശത്രുതാ രീതിയിൽ തന്നെ നമ്മളോട് പെരുമാറാം. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള വഴിയും ഈ ഗ്രഹങ്ങൾ തരുന്നുണ്ട്. അതായത് മിഥുനൻ രാശിയിൽ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ 9-ാം ഭാവത്തിലെ പൂർണ്ണദൃഷ്ടി ഈ പറയുന്ന രാഹുവിന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് രാഹുവിനെ സംബന്ധിക്കുന്ന കാര്യത്തിൽ ഒരല്പം ദോഷം കുറയാം. ലക്ഷം ദോഷം മാറും എന്നൊക്കെ വ്യാഴത്തെക്കുറിച്ച് അസ്ട്രോളജി പറയുന്നുണ്ടെങ്കിലും വ്യാഴം ഏത് ഭാവാധിപനാണ്, ഏത് ഭാവത്തിൽ നിൽക്കുന്നതാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴേ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റും. ഇവിടെ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ആധിപത്യ ദോഷമുള്ള വ്യാഴമാണ്. അതാണ് കർമ്മഭാവത്തിൽ വരുന്നത്. അപ്പോൾ കർമ്മദോഷം അനുഭവിക്കേണ്ട ഒരു സമയം കൂടി വരികയാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടി നമുക്ക് നൽകുന്നുണ്ട്. പൊതുവേ പറയുമ്പോൾ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല മാറ്റങ്ങളും വരാവുന്ന ഒരു സമയമായിട്ട് നമുക്കിതിനെ കാണണം. കാരണം ശനി മാറി, വ്യാഴം മാറുന്നു, രാഹു മാറുന്നു, ബുധനും ശുക്രനും മാറുന്നു. ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ രാശി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മാറ്റത്തിന് വിധേയമായി തന്നെ നമ്മൾ ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ നല്ലതും മോശവുമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നല്ലതും മോശവുമായ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പലരും പറയുന്നത് നെഗറ്റീവാണ് കൂടുതലും പറയുന്നത്. അങ്ങനെയൊക്കെയാണ്. ഇവിടെ നെഗറ്റീവോ പോസിറ്റീവോ ഒന്നുമില്ല. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥിതിയിൽ കാണുന്നത് നല്ലതാണെങ്കിൽ നല്ലത്, മോശമാണെങ്കിൽ മോശം. അതിന് മാറ്റം വരുത്താൻ ശേഷിയുള്ളത് ആർക്കാണെന്ന് ചോദിച്ചാൽ ജാതകത്തിൽ നിങ്ങളുടെ തലയിലെഴുത്താത്. അത് നല്ല നിലയിൽ ഇപ്പോൾ നല്ല സമയത്തിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരികയും ചെയ്യാം. അല്ലാതെ ഈ ദോഷങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് നവപഞ്ചമ രാജയോഗമെന്നോ സഹസ്രരാജ കോടീശ്വര യോഗമെന്നോ ഒക്കെ ഓരോ പുതിയ പേരുകൾ, ഇതൊന്നും അസ്ട്രോളജിയിലുള്ള കാര്യങ്ങളേ അല്ല. കേൾക്കുമ്പോൾ അതിനൊരു സുഖം തരും. എന്നാൽ ഈ യോഗത്തിൻ്റെയൊക്കെ ലക്ഷണം എന്താണ്, ഇത് പറയുന്നത് ഗ്രഹങ്ങൾ ഏത് രാശിയിൽ നിൽക്കുമ്പോഴാണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, അത് എത്ര നാളാണ് അനുഭവത്തിൽ വരിക, ആർക്കെല്ലാമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരത്തില്ല. കാരണം ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുക എന്ന് പറയുമ്പോൾ അതിൻ്റേതായ കാര്യമുള്ളൂ. പിന്നെ കേൾക്കുമ്പോൾ
നമുക്കൊരു സുഖം തോന്നും. സഹസ്ര കോടീശ്വര യോഗം എന്ന് പറഞ്ഞാൽ സഹസ്രം 1000 കോടി രൂപ പെട്ടെന്ന് കിട്ടുക എന്ന് പറയുമ്പോൾ ആർക്കാ സന്തോഷം വരാത്തത്? അപ്പോൾ ഇങ്ങനെയുള്ള ഇല്ലായ്മയൊന്നും എൻ്റെ ചാനലിൽ പ്രതീക്ഷിക്കേണ്ട. ഉള്ള കാര്യങ്ങൾ പറയും. അത് നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നല്ല സമയമാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചിന്തിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് നല്ല ഫലങ്ങളുണ്ടാവും. ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നുകൂടുന്നത് മോശം സമയം കൊണ്ടാണ്. ആ മോശം സമയം എപ്പോഴാണ്, എങ്ങനെയാണ് വരുന്നത് എന്ന് മുൻകൂട്ടി എല്ലാവരെയും അറിയിച്ചു കൊടുക്കുന്ന ഒരു ശാസ്ത്രമാണ് ഈ അസ്ട്രോളജി. നല്ലതും പറഞ്ഞു കൊടുക്കുക, മോശവും പറഞ്ഞു കൊടുക്കുക. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരയിലേക്ക് കിട്ടുന്ന ഒരു വെളിച്ചമാണ്. അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരികിൽ അത് കന്നി രാശിക്കാരായ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.